ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനില്ലേ ശരിക്കും ഇന്ന് വീഡിയോ എടുക്കാതെ വിചാരിച്ചതാണ്. ഓക്കെ, അപ്പൊ നല്ല നല്ല എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാന്ന് ഞാൻ വിചാരിച്ച സ്ഥിതിക്ക് പിന്നെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ എന്ന് പറഞ്ഞാല് ഞാൻ സ്കൂളൊക്കെ പോയി ഒരു 2:30 മണിയാകുമ്പോ ലീലേശി എന്നെ വിളിച്ചിട്ടാകുമ്പോ ലീലേശി പറഞ്ഞു പിന്നെ മോൾക്ക് വയ്യ, പനിയാന്ന്. അപ്പൊ ഏകദേശം ഒരു 20 ദിവസമായി മോൾക്ക് പനിയാണ്. അതിൻ്റെ അടുത്ത് അഡ്മിറ്റായി ആന്റിബയോട്ടിക്സ് കൊടുക്കുന്നുണ്ട്, വീട്ടിൽ തന്നെ മാക്സിമം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവള് പനി മാറുന്നേ ഇല്ല. ഇവളെ പനി മാറുന്നേ ഇല്ല. അപ്പൊ ഇന്നലെ ഞാൻ വന്നു, കുറച്ചും പനി കുറഞ്ഞു. അപ്പൊ ഇന്നലെ ഡോക്ടർക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാന് നോക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ആദ്യം നല്ല പനിയിലാണ് ആളുള്ളത്. പനി വെച്ചാല് എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്കും എന്റെ ഈ മൊമെന്റില് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കഴിഞ്ഞ 20 ദിവസങ്ങളായിട്ട് പനിയാണ് കുട്ടിക്ക്. അപ്പൊ ആന്റിബയോട്ടിക് IV ഇട്ടിട്ട് ചെയ്യുന്ന വേണം, ഇഞ്ചക്ഷൻ വെക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രധാനമായിട്ട് നമ്മൾ ഇതുപോലെ മാലാഖ കുഞ്ഞുങ്ങളില്ല ഉമ്മമാറ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു അവസ്ഥയുണ്ട്. ചില സമയത്ത് അവരിൽ ഇങ്ങനെ സ്റ്റക്കായി പോകും. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥ. ഒരു എപ്പെങ്കിലുമൊക്കെ പനി വരുന്നതും പിന്നെ ഇതുപോലെ ഉള്ള മക്കൾക്ക് കഴിഞ്ഞ 20 ദിവസമായിട്ടും ഇവളൊന്നും റിക്കവർ ചെയ്യാത്തതിന്റെ ഒരു മാനസികാവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സത്യത്തില്. ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ഇപ്പം ജോലിക്ക് പോയിട്ടും എൻ്റെ മൈൻഡ് ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, മാക്സിമം ഞാൻ വിട്ടു നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഉള്ളിലെ പെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ ഇവക്ക് വയ്യ. സാധാരണ ഒരു കുട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാല് നിങ്ങൾ എല്ലാരും ചെയ്യില്ലെന്ന് ഫസ്റ്റ് ഡോക്ടർ കാണിക്കും. ഡോക്ടറെ തീരുമാനിക്കില്ലെന്ന് അഡ്മിറ്റ് ആവുന്നു അല്ലേ. പക്ഷെ ഞാൻ തന്നെ തീരുമാനിക്കും എന്നാണ് ഇവള് അഡ്മിറ്റ് ആവുന്നത്. കാരണം എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാം ഇവള്, കാരണം ഓൾറെഡി ആന്റിബയോട്ടിക് ഓറലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മതിയാവാത്തോണ്ടാണ് പനി വരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പൊ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി, അവളെ ഫസ്റ്റ് എടുത്ത റിപ്പോർട്ടും അതിന്റെ ഡിഫറൻസും കാര്യങ്ങളിലും നോക്കി. അപ്പം ചെറിയൊരു വേരിയേഷൻസ്, പിന്നെ ടോട്ടൽ WBC കൗണ്ട് എല്ലാം കുറഞ്ഞ് നോർമലായി, കുറച്ചും കൂടി നോർമൽ ആവാനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് ഇവക്ക് അത് പോരാ, ഓറൽ സെഫഡോക്സിനൊക്കെ പോരാ. അപ്പൊ അതുകൊണ്ട് ഒക്കെ ആദ്യം പനി വന്നു. അപ്പൊ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ പോവേന്ന്. ഹോസ്പിറ്റലിൽ എന്തായാലും എൻ്റെ ഒരു മനസ്സ് പറയുന്ന ഒരു 99% ഓൾ അഡ്മിറ്റ് ആയിരിക്കും. ഞാൻ വിചാരിക്കുന്ന എന്താന്ന്, നമ്മള് വെയിൻ കുത്തിയിട്ട് രാവിലെയും വൈകുന്നേരം ഇഞ്ചക്ഷൻ വെക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ ഇവളെ ഡ്രസ്സും ഇത് ഇവളെ ബാഗാണ്. ഞങ്ങൾക്ക് റുക്കത്ത തന്നതാണ്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എനിക്കും ഐസാക്ക് ഒരു ബാഗെല്ലാം ഉണ്ട്. ഇത് അർജുന്റെ ബാഗാണ്. അപ്പൊ പിന്നെ ഞാൻ റുക്കത്ത പുതിയ ബാഗ് വാങ്ങിയറ എനിക്ക് എന്താക്കി അർജുന്റെ ഈ ബാഗ് തന്നു. പ്യൂമന്റെ ബാഗാണ്, കമ്പനി ബാഗ്, വട്ടവർ. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാനിപ്പം മോളെ ഇതെല്ലാം ഇവിടെ സെറ്റായി. അപ്പൊ ഇത് ഐസാക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പം ഇടാനുള്ള ഡ്രസ്സാണ്. ഇപ്പം എന്താണ് വളരെ മോശമാണ്. കാരണം അതിന്റെ കാരണം വേറൊന്നുമല്ല. കാരണം കഴിഞ്ഞ 20 ദിവസങ്ങളായിട്ട് അവള് ഒരു ഡിഫിക്കൽട്ട് ഫേസിലൂടെ പോകുന്നത് കൊണ്ടാണ് എൻ്റെ ഒരു മെന്റൽ ഹെൽത്ത് ഡിക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഞാനിപ്പോ എന്താ പറയണ്ടേ, യൂട്യൂബിലായാലും പിന്നെ ഇൻസ്റ്റഗ്രാമിലായാലും ഞാൻ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ചിലപ്പോൾ ഞാൻ ഡാൻസ് എല്ലാം കളിക്കും മോളി എടുത്തിട്ട്. പക്ഷെ ഇത് റിയൽ ഫേസ് ഇതാണ് എൻ്റെ റിയൽ ഫേസ്. അപ്പം നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അഡ്മിറ്റ് ആവണം, അല്ല ലീലേച്ചി? എന്താണ് ഐസാര അവസ്ഥ?
മൈക്ക് കുടിച്ചിട്ട് പറ. എന്താണ് ഐസര അവസ്ഥ? ഈശ്വര അവസ്ഥ പിന്നെ സീരിയസ് പോലെ എങ്ങനെ കാണുന്നു. നമ്മൾ അഡ്മിറ്റ് ആവൂ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം രൂപം എന്താണ്? എനിക്ക് തോന്നുന്നു ചിലപ്പോ ഡോക്ടർ പറയുമായിരിക്കും അഡ്മിറ്റ് ആവാൻ. ഞാൻ പറയുന്നത് അഡ്മിറ്റ് ആവണ്ടെന്ന്. കാരണം വീട്ടിൽ ചെയ്യുന്നതന്നെ ഹോസ്പിറ്റലും ചെയ്യുന്നേ. പക്ഷെ ഇഞ്ചക്ഷൻ വെക്കുന്നില്ലേ? ഇഞ്ചക്ഷൻ വെക്കുന്നു. നമുക്ക് വീട്ടിലേക്ക് വരുത്തിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മളെ പ്ലാന്. നോക്കാം അല്ലേ, പോയിട്ട് വരാൻ നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് നമ്മള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ആദ്യം ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ കൃത്യമായിട്ടുള്ള പീഡിയാട്രിഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് മോൾ വെച്ചിട്ടുണ്ടായിരുന്നത്. നേരെ മോളെ കാണിച്ച ഡോക്ടറെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നു. മോൾക്ക് നോച്ചിട്ടുണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നത്. മോൾ നന്നായിട്ട് തന്നെ പനിച്ചു. അപ്പം അത് നമ്മൾ ഹോസ്പിറ്റലിലെത്തിയപാട് തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളെ പനി കുറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഇനിയിപ്പോൾ എന്നാ ചെയ്യാനുള്ളത്. അങ്ങനെ നോക്കുമ്പം പിന്നെ മരുന്നും കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വന്നു. അങ്ങനെ സുന്ദരി അങ്ങനെ അഡ്മിറ്റ് ആയല്ലേ? എന്താണ്? അങ്ങനെ നമ്മൾ ഐസ മോൾ അഡ്മിറ്റ് ആയിരിക്കുന്നു ഗായ്സ്. വീണ്ടും അഡ്മിറ്റാണ്. നല്ല പനിയുണ്ട് അല്ലേ ചേച്ചി? നമ്മൾ ഫുഡ് വരെ ഇതുവരെയായിട്ടും കഴിച്ചില്ല. രാവിലെ 10 മണിക്ക് കഴിച്ചതാണ്. ഫുഡ് കഴിക്കണത്ര. പനി ഒന്നും കൂടി നോക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ വരുന്നുണ്ട്.